ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ലളിതമായി എങ്ങനെ ഐസ്ക്രീം തയ്യാറാക്കാൻ നോക്കാം. 5 ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവർക്കും വീടുകളിൽ വളരെ ലളിതമായി തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാം തയ്യാറാക്കി നോക്കുക. ആദ്യം നമുക്ക് പാല് ചൂടാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കി പാനാണ്. പാൻ ചൂടായിരുന്ന സമയത്ത് 1 കപ്പ് പാലാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 500 മില്ലിഗ്രാമുകൾ ഉണ്ടാവും. അതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതിന് നേർ പകുതിയാണ് നമ്മൾ അതിനകത്തേക്കുള്ള പഞ്ചസാര എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. നന്നായി തിക്കാകുന്ന വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. പാല് പെട്ടെന്ന് പതിച്ച് പൊന്തി പോകുന്നതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. നന്നായി കുറുകി വരുന്നവരെ നമ്മളത് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. നന്നായി കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ച് തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം. ഇപ്പം പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ തണുക്കാൻ വെച്ചു. തണുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ അതിന് ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറുകി വന്ന പാല് തണുത്തതിന് ശേഷം മാത്രമേ അത് നമ്മൾ മിക്സിയിൽ ഒഴിച്ചു കൊടുത്ത് അടിക്കാൻ പാടുള്ളൂ. മിക്സിയിലിട്ട് നമ്മൾ പാല് അടിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു പാക്ക് പാൽപ്പൊടി കൂടി ചേർത്ത് വേണം നമ്മളത് അടിച്ചെടുക്കാൻ. അമൂലിൻ്റെ പാൽപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിലാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ശേഷം നമ്മളൊരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മളത് ഒരു കുറഞ്ഞ സമയം ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ്. അത്യാവശ്യം ഒന്ന് കട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ്. ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കുകയാണ്. വീണ്ടും ഒരു 8 മണിക്കൂറോളം നമ്മളിത് ഫ്രീസറിൽ വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഐസ്ക്രീം തയ്യാറായി കിട്ടുള്ളൂ. നമ്മൾ 8 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് ശേഷം എടുത്തതാണ്. അങ്ങനെ നമ്മുടെ വാനില ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു.